മക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ വർഷവും ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ടെക്സ്റ്റ് ബുക്ക് മാറിയില്ലേ, പിന്നെ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ വരുമോ? ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, പക്ഷേ അതിനകത്തുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കുറച്ചുകൂടി കണ്ടന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻസും വരുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഴയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഈ മാറ്റാത്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കില്ലേ? അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് എൻ്റെ കുട്ടികളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മിസ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, റീഡ്രോ ദ ഡയഗ്രാം, നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബിലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം നമ്മുടെ കണ്ണിൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അതായത് ബിഹൈൻഡ് സെൻസസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഡയഗ്രമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. അപ്പോൾ പലപ്പോഴും മക്കൾ ചോദിക്കാറുണ്ട്, മിസ് ഈ കണ്ണും മൂക്കൊക്കെ നമുക്ക് വരയ്ക്കാൻ വരുമോ? മക്കളെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വരും, പിക്ചർ തരും, അത് നോക്കി നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് പാർട്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് വരച്ചതിന് ശേഷം ഏത് ഭാഗമാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലേബൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരക്കുന്നതിന് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഐബോൾ വരയ്ക്കുന്നു. ഐബോൾ ആൻഡ് ഐബോളിൻ്റെതാ ഇങ്ങനെയുള്ളൊരു ഭാഗം വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ ഓരോ ലെയേഴ്സായിട്ട് നമ്മൾ വരയ്ക്കുന്നു. നമുക്കറിയാം നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സാണുള്ളത് അല്ലേ? 3 ലെയേഴ്സ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അതിലിതാ ഇവിടെ നമുക്കൊരു സാധനമുണ്ട്. റെഡി? ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ കണ്ണിൻ്റെ ഡയഗ്രാം ആയിട്ടുണ്ട്. ഇനി ദ ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ, നമ്മുടെ ദൃഢപടലത്തിൻ്റെ തള്ളിയതും മുന്നിലേക്ക് തള്ളിയതും സുതാര്യമായിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ സ്ക്ലീറയാണ് നമ്മുടെ ഔട്ടർ ലെയർ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻറ്റും മുന്നിലേക്ക് ഇങ്ങനെ ഉന്തിയമായിട്ടുള്ള ഭാഗമാണ് ഏത്? നമ്മുടെ കോർണിയ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോർണിയ എന്ന് അടയാളപ്പെടുത്തുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി, നമുക്ക് ഏറ്റവും കൂടുതൽ തെളിമയുള്ള പ്രതിബിംബം എവിടെയാണ് കിട്ടുക? നമ്മുടെ പ്രതിബിംബം രൂപപ്പെടുന്ന എവിടെയാണ്? ഏറ്റവും ഉള്ളിലെ ലെയർ ആയിട്ടുള്ള റെറ്റിനയിലാണ്. അപ്പോൾ അതിൽ റെറ്റിനയിൽ തന്നെ ഒരു ഭാഗത്ത് എന്താണ്? കുറേ കോൺകോശങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. അപ്പോൾ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദുവിലാണ് എന്ത് കാണുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിയർ ഉള്ള ഇമേജ് കിട്ടുക. ഈ BA എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ദെൻ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടു ദ വിഷ്വൽ സെൻറ്റർ ഓഫ് ബ്രെയിൻ, നമ്മളുടെ ഈ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡി. ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡി. ഇത്രയും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 3 എണ്ണം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അടയാളപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഓരോരോ മാർക്ക് വെച്ചിട്ടും ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 4 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതൊരു കാരണവശാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്, അത് വിട്ടുപോകാതിരിക്കുക. അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഫ്ലോ ചാർട്ടാണ്. ഇത് എപ്പോഴും എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇയറിൻ്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇയറിൻ്റെ ഫ്ലോ ചാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് എപ്പോഴും നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ആ ഫ്ലോ ചാർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു ചെവിയുടെ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പിന്നെ വരുന്നു, ദെൻ ഓഡിറ്ററി കനാൽ വരുന്നു, ദെൻ ഇവിടെ നമ്മുടെ ടിംപാനം വരുന്നു, പിന്നെ ഇവിടെ നമ്മുടെ മാലിയസ്, പിന്നെ നമ്മുടെ ഇവിടെ ഇൻകസ്, ദെൻ ഇവിടെ നിന്ന് സ്റ്റേപ്പിസ് അല്ലേ. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മുടെ കോക്ലിയ, ആൻഡ് ഇവിടെ നിന്നാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് പോകുന്നത് അല്ലേ. കോക്ലിയൻ്റെ അകത്താണ് ആരുള്ളത്? നമ്മളുടെ ഹെയർ സെൽസ് ഉള്ളത്, അവിടെയാണ് ഇമ്പൾസസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെമി സർക്കുലാർ കനാൽസും ഉണ്ട്, അതേപോലെ തന്നെ വെസ്റ്റിബ്യൂളും ഉണ്ട്. ഇവിടുത്തെ വെസ്റ്റിബ്യുലാർ നെർവും ഉണ്ട്.
അപ്പം ഈ ഒരു പിക്ചർ എൻ്റെ കുട്ടികളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സാമിന് സ്ഥിരമായിട്ടെന്ന് ഞാൻ എന്താ പറയുക, സ്ഥിരമായിട്ട് മിക്കവാറും ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിട്ട് പല മക്കളും ഇത് അറിയാതെ വിട്ടു പോകാറുണ്ട്, ഐ മീൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് ഫില്ല് ചെയ്യണം, അത്രയും സിമ്പിളാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഇത് വരും ഓഡിറ്ററി കനാൽ. അപ്പം നമ്മളിത് നമ്മുടെ ക്ലാസ്സിൽ എടുത്ത സമയത്ത് മിസ് ഒരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഡ് ഓർമ്മയുള്ള ആൾക്കാർ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓഡിറ്ററി കനാൽ നമ്മൾ എന്ത് പറയും, കർണനാളം. അത് കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ ടിംപാനം. ടിംപാനം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, കർണപടം. കർണപടം. കർണപടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ മാലിയസ്. മാലിയസ് കഴിഞ്ഞാൽ ഇൻകസ് സ്റ്റേപ്പീസ്. അതിനങ്ങനെ തന്നെയാണ് മലയാളത്തിലും പറയുക, ഇൻകസ് സ്റ്റേപ്പിസ്. ദെൻ ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ എങ്ങോട്ടേക്കാണ് തുറക്കുന്നത്, നമ്മുടെ കോക്ലിയയിലേക്കാണ് തുറക്കുന്നത്. കോക്ലിയ. കോക്ലിയൻ്റെ അകത്താണ് നമ്മുടെ ബേസിലാർ മെംബ്രെയിൻ, അതിൻ്റെ മുകളിലാണ് ഹെയർ സെൽസ് ഉള്ളത്. ആ ഹെയർ സെൽസിനെയും ബേസിലാർ മെംബ്രെയിനെ നമ്മൾ എന്ത് പറയും, ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയും. അങ്ങനെ ഇമ്പൾസസ് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അത് മിസ്റ്റേക്കാണ് കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ശ്രവണ നാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവാണേ, ഓഡിറ്ററി നെർവാണ്. അതിനെവിടെ എത്തിക്കും, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സെറീബ്രത്തിൽ എത്തിക്കും. ബ്രെയിനിൽ തന്നെ സെറീബ്രത്തിലാണ് എത്തിക്കൽ. അപ്പോൾ എന്താണ്, നമുക്ക് കേൾവി കിട്ടും. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്ലോ ചാർട്ട്. ഇതെൻ്റെ മക്കൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക, വളരെ വൃത്തിയായിട്ട്. തൊട്ട് മുന്നിൽ അപ്പുറത്തും ഇപ്പുറത്ത് ആരാണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലോ ചാർട്ടാണ്. ഇനി നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ എന്താണ്, തേർഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ല ഫോർത്ത് ചാപ്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കെമിക്കൽസിൻ്റെ ആ ഹോർമോൺസിൻ്റെ ഒക്കെ ചാപ്റ്റർ എന്ന് വരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ഇസ് റിലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. വിച്ച് ഹോർമോൺ ഇസ് ഇൻഡിക്കേറ്റഡ് ആസ് 1. ഇവിടെ ഏതോ ഒരു ഹോർമോൺ ഒന്നെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന് കാൽഷ്യം റെഗുലേഷനാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ രക്തത്തിലെ അളവ് നിയന്ത്രിക്കുന്ന 2 ഹോർമോൺസ് ആണ്. ഒന്ന് തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കാൽസിറ്റോണിനും, രണ്ടാമത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന പാരാതെർമോണും. അപ്പോൾ ഇവിടെ ഓൾറെഡി പാരാതെർമോൺ തന്നിട്ടുണ്ട്. അതെപ്പോഴാണ്, കാൽസ്യത്തിൻ്റെ അളവ് 9 എന്ന് പറയുന്ന ഈ മിനിമം ലെവലിനേക്കാൾ കുറഞ്ഞാൽ അത് കൂട്ടുന്ന ആളാണ് പാരാതെർമോൺ. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കുന്നത് ആരാണ്, കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കുന്നത് കാൽസിറ്റോണിനാണ്. കാൽസിറ്റോണിൻ ഇതാരാ ഉണ്ടാക്കുന്നത്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ഗ്ലൂക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് കാൽഷ്യം. അപ്പോൾ ഈ കാൽഷ്യത്തിനെ മാറ്റിയിട്ട് ഇതേപോലൊരു റെഗുലേഷൻ വേറെ ആരും ഇവിടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റീഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് എഴുതണം, നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ് നമ്മുടെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, 70 to 110 mg/100 ml. ഇതാണ് നമ്മുടെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സിലിടാം. ഓക്കെ, ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹോർമോണാണ് വരിക, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹോർമോണാണ് വരിക, ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹോർമോണാണ് വരിക, അത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലോ ചാർട്ടിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസിലുള്ള ഇൻസുലിൻ ആണ് അതെന്ത് ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ എങ്ങനെയൊക്കെയാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. 2 കാര്യങ്ങൾ ഇൻസുലിൻ ചെയ്യാറുണ്ട്. ഇൻസുലിൻ എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുന്നതാണ് ആര്, നമ്മുടെ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാൽസ്യത്തിൻ്റെയും ഈ റെഗുലേഷൻ്റെ അതേപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറേ ഇല്ല. അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാതിരിക്കുക, ഈ ഒരു ടോപ്പിക്ക് മിസ് ചെയ്യാതിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഫർമേഷൻ അബൌട്ട് എ കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ബോക്സ്. അപ്പം ഏതോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓർഗാനിസം ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് സെക്രീറ്റ് ഇറ്റ് ഇൻ ടു ദ സറൗണ്ടിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു മാർക്ക് ദ പാത്ത് ടു അട്രാക്ട് മേറ്റ്. അതായത് ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
ഉണ്ടാക്കുന്ന കെമിക്കൽ ആണെന്ന് പറയുന്നു. ഇണകളെ ആകർഷിക്കാനും അതേപോലെ തന്നെ സഞ്ചാരപാത നിർണ്ണയിക്കാനും ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താണ്? വിച്ച് ഇസ് ദ കെമിക്കൽ സബ്സ്റ്റൻസ്? അതായത് ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ സഞ്ചാരപാത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ കെമിക്കൽസിന് എന്താ പറയുക? നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ പറയുന്നത് ഫെറമോൺസ്, ഫെറമോൺ എന്ന് പറയും. ഇതിനടുത്തത് റൈറ്റ് എനി 2 അതർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്താണ്? യൂസ് ടു മാർക്ക് ദ പാത്ത്, അല്ലെ, അതിൻ്റെ സഞ്ചാരപാത മാർക്ക് ചെയ്യാൻ. അടുത്തത് അട്രാക്ട് മെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? ടു ഇൻഫോം അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ. അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ ലഭ്യത അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് എന്താ? ടു സിഗ്നൽ ഡേഞ്ചർ, അപകടമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഫിറമോൺസ് ഉപയോഗിക്കാറുണ്ട്. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫിറമോൺസ്? ഏതൊക്കെ ടൈപ്സ് ഫിറമോൺസ് ആണ് നമുക്കുള്ളത്? ഓക്കെ, അപ്പോൾ വിവിധ തരത്തിലുള്ള ഫിറമോണുകൾ ഏതൊക്കെയാണ്? നമുക്ക് അഗ്രിഗേഷൻ ഫിറമോൺ ഉണ്ട്, സെക്സ് ഫിറമോൺസ് ഉണ്ട്, ടെറിട്ടറി ഫിറമോൺസ് ഉണ്ട്, അല്ലെ. ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെറിട്ടറി ഫിറമോൺസ് ഉണ്ടാക്കുന്നുണ്ട് ജീവികൾ. ടെറിട്ടറി ഫിറമോൺസ്, ടെറിട്ടറി ഫിറമോൺസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ എല്ലാവരും കൂട്ടം കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്രിഗേഷൻ ഫിറമോൺ ഉണ്ട്, അഗ്രിഗേഷൻ ഫിറമോൺ. അതേപോലെ തന്നെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫിറമോൺസ്, ഫിറമോൺ. ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്സ് ഫിറമോൺസ് ഉണ്ട്. ഇനിയും 2 എണ്ണം കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് കൂടാതെയുള്ള 2 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. A, B, C, D. ഇത് നമ്മുടെ ഐ ഡിസീസസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ചുകൂടി ഐ ഡിസീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. 1, 2, 3, then 4. ഓക്കെ, സോ ഷോർട്ട് സൈറ്റ്നെസ് കംപ്ലീറ്റ്ലി തന്നിട്ടുണ്ട്. ലോങ് സൈറ്റഡ്നെസ്സിൻ്റെ റീസൺ എന്ത്, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ത്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് സൈറ്റിന് കാരണം എൻലാർജ്ഡ് ഐബോൾ ആണ്. ആൻഡ് ലോങ് സൈറ്റഡിന് കാരണം എന്താണ്? സ്മോൾ ഐബോൾ ആണ്. ഐബോൾ എന്തായിപ്പോയി? ചെറുതായി പോയതാണ്. എന്തിന് കാരണം? ലോങ് സൈറ്റഡ്നെസ്സിന് കാരണം. ഇനി ഇതിനെ നമ്മൾ എന്താണ് പരിഹരിക്കുക? നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. 2 അല്ലേ, C ആണ് എഴുതേണ്ടത്. കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ എസ്റ്റിഗ്മാറ്റിസം. എസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെയോ അല്ലെങ്കിൽ കോർണിയയുടെയോ കർവേച്ചർ, അതിൻ്റെ വക്രതയിൽ ഉണ്ടാവുന്ന പ്രശ്നം. അതിൻ്റെ വക്രത എന്ന് പറഞ്ഞാൽ കർവേച്ചറിൽ പ്രോബ്ലം ഉണ്ടാവുകയാണ്. പ്രോബ്ലം ഇൻ ദി കർവേച്ചർ ഓഫ് ലെൻസ് ആൻഡ് കോർണിയ. ഇനി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സിലിണ്ടറിക്കൽ ലെൻസാണ്, അത് തന്നിട്ടുണ്ട്. ഇനി കെറ്ററാക്ട്. കെറ്ററാക്ട് എന്ന് പറഞ്ഞാൽ തിമിരമാണ്. ഐ ലെൻസ് എന്തായി പോവാണ്? ഒപ്പേക്ക് ആയി പോവാണ്, അതാര്യമായി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറി, ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറി. ഓക്കെ, ഇതേപോലെ എന്താണ് നമ്മുടെ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ടോപ്പിക്കുകളാണ് മിസ് തന്നിട്ടുള്ളത്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതേപോലത്തുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽസിലൂടെ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? മിസ് 2 ചോദ്യങ്ങൾ 2 ഭാഗങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക.